ഗായ്സ്, ഇവിടെ മുഴുവൻ ആഫ്രിക്കൻ ബിഗ് സ്നെയിൽസാണ്. അതിനെ കൊല്ലാൻ പോവുകയാണ്. നടപടിയാണെന്ന് പറഞ്ഞാൽ എന്നാലും ഇത് കണ്ടോ, ഇതിൻ്റെ വലിപ്പം കണ്ടോ. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോൾട്ട് ഇട്ട് ഇതിനെ നിർവീര്യമാക്കാൻ പോവുകയാണ്. ഈ ആഫ്രിക്കൻ സ്നെയിൽസ് രാത്രി കാലങ്ങളിലാണ് ഇറങ്ങുന്നത്. പകൽ എവിടെയെങ്കിലുമൊക്കെ ചുണ്ടുകൂടിയിരിക്കും. നമുക്ക് തോന്നും ഇത് ഒരു 6 മാസം 7 മാസമൊക്കെ കഴിയുമ്പോൾ ചത്തു പോകുമെന്ന് തോന്നും. പക്ഷെ അങ്ങനെയല്ല. ഇതിന് ഏകദേശം ആയുസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 9 വർഷത്തോളം ആയുസ് വരുന്നുണ്ട്. അപ്പം ഇതൊരു 6-ാം മാസം മുതൽ സെക്ഷൽ മെച്യൂരിറ്റി കാണിക്കുന്നു, അല്ലെങ്കിൽ മുട്ടയിടാൻ പാകമായതുകൊണ്ട് 6-ാം മാസം മുതൽ ഇത് മുട്ടയിടാൻ തുടങ്ങും. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതിൻ്റെ ഒരു ലൈഫ് സൈക്കിൾ തീരുന്നവരെ അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ തുടരെ മുട്ടയിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കും. നമ്മൾക്ക് ഇതിൻ്റെ എണ്ണം നിയന്ത്രിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം ഇതാണ്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മുട്ടയിട്ടുകൊണ്ടേ ഇരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹെർമാഫ്രോഡൈറ്റ്സ് ആയിട്ട് ആണ് വരുന്നത്. മുട്ടയിടാനായിട്ട് വേറൊരു പാർട്ട്ണറിൻ്റെ ആവശ്യമൊന്നുമില്ല. അങ്ങനെ ആ ഒരു കണ്ടീഷൻ ഉള്ളതുകൊണ്ട് ഇവർ തോന്നുമ്പോൾ മുട്ടയിടാനായിട്ട് ഇവർക്ക് പറ്റുന്നതാണ്. ഒരു പാർട്ട്ണറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മുട്ടയിടണമെന്നൊന്നുമില്ല. ഇത് കൈ കൊണ്ടൊന്നും എടുത്ത് കളയാനായിട്ട് ശ്രമിക്കരുത്. ഇതിൻ്റെ പ്രശ്നം, ഇതിന് രോഗവാഹകരായിട്ട് ഇത് നിലനിൽക്കുന്നതാണ്. അതായത് മെനിഞ്ചൈറ്റിസ് പോലുള്ള രോഗങ്ങൾക്കുള്ള രോഗവാഹകരാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മളിതിനെ കൈ കൊണ്ട് ഒന്നും തൊടുകയോ പിടിക്കുകയോ ഒന്നും ചെയ്യരുത്. സൂക്ഷ്മജീവികളായ രോഗാണുക്കൾ ഇതിൻ്റെ അകത്തുണ്ട്. ആ രോഗാണുക്കൾ ഒരുപക്ഷെ നമ്മുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ തലച്ചോറിനെയൊക്കെ നല്ല രീതിയിൽ ബാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനെ നിർവീര്യമാക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പണിപ്പെട്ട കാര്യമാണ്. ഇപ്പം കാണുമ്പോൾ ഇങ്ങനെ ഉപ്പിട്ട് നമുക്ക് ഇതിനെ ഒഴിവാക്കാൻ നോക്കിയാലും നമുക്ക് ഉപ്പിന് വേണ്ടി തന്നെ ഒരു പ്രത്യേക ബഡ്ജറ്റ് വേണ്ടി വരുമെന്ന് തോന്നുന്നു. അത്രയ്ക്കും ഇതിൻ്റെ ഒരു വ്യാപ്തി ഇപ്പോൾ നമ്മുടെ നാടുകളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇതിനെ ആക്രമിക്കാനോ ഇതിനെ കഴിക്കാനോ പാകത്തിനൊരു പ്രിഡേറ്ററോ അല്ലെങ്കിൽ വേറൊരു ജീവിയും ഇല്ലാത്തത് കൊണ്ട് ഇത് മുട്ടയിട്ടങ്ങ് പെരുകുകയാണ്. ഇതിൻ്റെ സെല്ലിൻ്റെ സൈസ് കണ്ടോ, അതുകൊണ്ട് ഇതിപ്പോൾ ഉപ്പിടാൻ നേരത്ത് ഇതിൻ്റെ ശരീരത്തുള്ള ആ ജലാംശമെല്ലാം അങ്ങ് വെളിയിൽ വരികയും ഇതിൻ്റെ കോശങ്ങളെല്ലാം നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഉപ്പെന്ന് പറയുന്നത് ഇതിനെ നിർവീര്യമാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു പോംവഴിയാണെന്ന് പറയുന്നത്. ഇതുകൊണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെയുണ്ട്. നമ്മളിങ്ങനെ ഈ വേസ്റ്റൊക്കെ ഇങ്ങനെ അധികമായിട്ട് ഇടുന്നിടത്താണ് ഈ കൂടുതലായിട്ടും കാണുന്നത്. മുട്ട വിരിഞ്ഞു കഴിഞ്ഞ ആദ്യ കാലങ്ങളിലെല്ലാം ഇപ്പോൾ പച്ചിലയൊന്നും അധികം കഴിക്കില്ല, പകരം ഈ ചീഞ്ഞളിയുന്ന വസ്തുക്കളിൽ നിന്നാണ് ഇത് ആഹാരം എടുക്കുന്നത്. അങ്ങനെ എടുക്കുന്നത് കൊണ്ടാണ് ഈ അഴുക്കുള്ളിടത്തും ഒക്കെ ഇതിൻ്റെ ഒരു വ്യാപ്തി കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ പരിസരമൊക്കെ നമ്മൾ വൃത്തിയായിട്ട് വെക്കുക എന്നുള്ളതാണ് അതിൽ ആകെയുള്ളൊരു പോംവഴി എന്നുള്ളത്. ഇതിനെ നിയന്ത്രിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു നടപടിയാണ്. അതുകൊണ്ട് പരമാവധി നമ്മുടെ പരിസരമെല്ലാം നല്ല രീതിയിൽ ശുദ്ധിയായിട്ട് വെക്കുകയാണെങ്കിലേ ഇതിൻ്റെ ഒരു നിയന്ത്രണമൊന്നും സാധ്യമാവുകയുള്ളൂ.